ശ്രീ എ രാജ പെട്ടെന്ന്. വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും അതുപോലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും സർ ആർട്ടിമിഷൻ്റെ നേതൃത്വത്തിൽ എൻ്റെ മണ്ഡലത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ഗ്ലോബൽ വുമൺ കോൺഫറൻസ് ശ്രദ്ധേയമായിട്ടുള്ള പരിപാടിയായിരുന്നു സാർ. എൻ്റെ ചോദ്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്നത് സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമാണ്. സർ, ഓണം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് കൂടുതൽ പ്രചാരം നൽകുമോ എന്നാണ് സർ. യെസ്, ഓണം ഉൾപ്പെടെ പ്രചാരം നൽകുമോ? സർ, ആർട്ടിമിഷൻ്റെ ഗ്ലോബൽ വിമൻസ് കോൺഫറൻസ് വളരെ നല്ല നിലയിൽ സംഘടിപ്പിച്ചതിന് MLAയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കോൺഫറൻസ് കേരളത്തിൽ ആദ്യമായിട്ടാണ്. അത് വളരെ നല്ല നിലയിൽ വിജയിപ്പിക്കുന്ന MLA ഉൾപ്പെടെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ ഓണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഓണം ആഘോഷങ്ങളെ നമ്മൾ ഒരു ടൂറിസം ഉൽപ്പന്നമാക്കി മാറ്റുമെന്ന് നിശ്ചയിച്ചിരുന്നു സാർ. 2024 വളരെ നേരത്തെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നമ്മൾ എടുത്തിരുന്നു. ദൗർഭാഗ്യവശാൽ ചൂരൽമല ദുരന്തമുണ്ടായി. പല വിദേശ രാജ്യങ്ങളിലും ഓണം ഘട്ടത്തിൽ കേരളത്തിലേക്ക് അവർ വരാൻ വേണ്ടിയുള്ള പ്രത്യേക മാർക്കറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അത് നമുക്ക് ഇത്തവണയും തുടങ്ങാം. ഇത്തവണയും അത് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തവണത്തെ ഓണം ആ നിലയിൽ, ഓണാഘോഷം ആ നിലയിൽ മാറ്റി തീർക്കാനുള്ള എല്ലാ ശ്രമവും നടത്താം. എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ ഭാഗമായി ഓണത്തെ ഉയർത്തിക്കാട്ടാൻ ആലോചിക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസത്തിനും ഓണത്തിൻ്റെ പ്രചരണങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും. ആ നിലയിൽ നമുക്ക് ഓണത്തെ മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക ആഘോഷങ്ങളെയും ടൂറിസവുമായി ബന്ധപ്പെടുത്തി വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാകും. കേരളത്തിൻ്റെ മതസാഹോദര്യമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയാണ് സാർ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഉൽപ്പന്നം. അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും കാണാൻ സാധ്യമാകാത്ത നിലയിലുള്ള ഒരു ഉൽപ്പന്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ മോശമാക്കി പറയുകയല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക പ്രത്യേകത അതാണ് ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഉൽപ്പന്നം. അതിനെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും സാധ്യതയാണ് ഓണാഘോഷം. ആ നിലയിൽ നമുക്ക് ഓണാഘോഷത്തെ മാറ്റി തീർക്കാം എന്നുള്ളത് ഞാൻ അറിയിക്കുക.